രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ദേ പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നതിന് ഒരു 2-3 കാര്യങ്ങൾ ഒന്നിച്ച് തീർക്കാനുണ്ട്. ആദ്യം തന്നെ ദേ ഇവിടെ അടുത്ത മാളിലേക്കാണ് പോയത്. ഇവിടെ ഒരു ഇച്ചിരി നേരം ഇരുന്നത് അതൊരു സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ദേ മോളിൻ്റെ വാതിക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ കാർട്ടൂണില്ലേ, അതിവിടെ ഒരു ഫിലിമായിട്ട് കാണിക്കുന്നത്. പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങുവാണല്ലോ, അപ്പോൾ അത് പിള്ളേരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നു, ടിക്കറ്റിൻ്റെ സമയം മാറ്റിയെന്ന് പറഞ്ഞിട്ട് അതൊന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാത്തിനും അപ്പോയിൻമെൻ്റ് ആണല്ലോ, അപ്പോൾ അപ്പോയിൻമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസമാണെന്ന് ഒരു ലിസ്റ്റൊക്കെ കൊടുത്തു വിട്ടു ഒരു ചെറിയ പേപ്പറിൽ. അതായത് ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പേരൻസ് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെല്ലണം 11:30 ആകുമ്പോഴത്തേക്കിനെന്ന്. അപ്പം അതിനും പോകണം. അപ്പം അതിന് ഇവിടുത്തെ പേരൻസ് മീറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം കിടന്ന് പടക്കെന്ന് ഇടിക്കാൻ തുടങ്ങും. എന്താണെന്നറിയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിൻ്റെ അനുഭവമാണെന്ന് തോന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീറ്റിങ്ങിന് പോയി കഴിയുമ്പോഴത്തേനും ഞാൻ ഭയങ്കര സാഡായിട്ട് തിരിച്ചു വന്നത്. അതായത് നേരത്തെ വേറൊരു സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് ഓരോ സമയത്ത് ഇവരുടെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം, അങ്ങനെയൊക്കെയുണ്ട്. ഇവൻ ഇവിടെ വന്നിട്ട് അധികം നാളും ആയില്ലല്ലോ, ലാംഗ്വേജും അറിയില്ല. അപ്പോൾ അന്ന് ചെന്നപ്പോഴത്തേക്കിനും ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞായിരുന്നു, ഇതിങ്ങനെ കുറ്റങ്ങളായിട്ട്. അതായത് അവൻ്റെ ഡെവലപ്മെൻറ്റ്സ് വെച്ച് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ ഇവരുടെ ജന്മഭാഷ സംസാരിക്കുന്നില്ല, ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവന് കംഫർട്ടബിളായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവരുടെ കൂട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ, കളിക്കത്തുള്ളൂ. എപ്പോഴും അവരുടെ കൂട്ടത്തിലാണ്. അവർ വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവൻ ഭയങ്കര സാഡായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. പിന്നെ സിസേഴ്സ് പിടിക്കാൻ അറിയത്തില്ല, സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാൻ അറിയത്തില്ല, പെയിൻറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നില്ല. ഈ 3.5 വയസ്സുള്ള കൊച്ചിനൊക്കെ ഇത്ര ക്ലിയറായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണ്. പിന്നെ ഇവനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും കേട്ടോ. നമുക്കത് കേൾക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് ഈ കൊച്ചു കുഞ്ഞല്ലേ കുറച്ചൊക്കെ സങ്കടവും വരുവേ. പിന്നെ അപ്പോൾ ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പേരൻസ് മീറ്റിംഗ് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. ആ കാണുന്നതാണ് പൊന്നിയുടെ കിൻഡർഗാർട്ടനെ. അപ്പം അവിടത്തേക്ക് ഞാൻ പോകണം. അപ്പോൾ അവർ 11:30-ക്കാണ് ടേമിൻ തന്നിരിക്കുന്നത്. പക്ഷേ ഞാനൊരു 11:25 കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തി. ഇവരൊക്കെ പിന്നെ ടേമിൻ എന്നൊക്കെ ഉള്ളത് അവർക്ക് ഭയങ്കര കൃത്യനിഷ്ഠതയാണ്. ആ സമയമാകുമ്പോഴേ അവർ ആ ഡോർ തുറക്കത്തുള്ളൂ. ഇത് പിള്ളേരുടെ പാർക്കിംഗ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പിള്ളേർ സ്കൂട്ടറും സൈക്കിളും എല്ലാം വെക്കുന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ വാതിക്കൽ ടെൻഷൻ അടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. കറക്റ്റ് സമയത്ത് വന്ന് അവർ ഡോറ് തുറന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് തിരിച്ചിറങ്ങുന്നപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വന്നത്. കാരണം അവർ ഒരു നെഗറ്റീവ് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എല്ലാം അവർ പോസിറ്റീവായുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എന്തോ 3 വയസ്സുള്ള കുഞ്ഞാണ്, അടുത്തിരിക്കുന്ന ഏതോ ഒരു കുട്ടിയുടെ ഇതിനകത്ത് എന്തോ ബിസ്ക്കറ്റ് കണ്ടപ്പോഴത്തേന് ഇവൻ അതിൽ നിന്ന് കൈയിട്ട് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരെന്തോ വലിയ കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പം അവനത് ഇങ്ങനെ കളറൊക്കെ ഉള്ള ബിസ്ക്കറ്റ് കാണുമ്പോൾ പിള്ളേരല്ലേ, അവർക്കറിയില്ലല്ലോ, 3.5 വയസ്സുള്ള കുഞ്ഞാണേ. അപ്പം അവനെടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അവരൊന്നും പറഞ്ഞില്ല. ആകെ അവർ പറഞ്ഞത് അവന് കുറച്ച് സിക്ക് ചെടി കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താണെന്ന് അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴത്തേന് ഇവിടെ നിന്നിട്ടില്ലാത്ത കുട്ടികൾക്ക് അവർ പെട്ടെന്ന് അത് പനിയാവും, സിക്കാവും. അപ്പം അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഇവർ പറഞ്ഞുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പോസിറ്റീവ്. ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി വന്നത്. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരാൾ അവിടെ വന്നിരുന്ന് ഇത് കളിക്കുവാണ്, വെള്ളത്തിൽ കളിക്കുകയെന്നും ചെടി നനയ്ക്കുകയെന്നും പറയാം. അതായത് ഇവിടുത്തെ പേരൻസ് മീറ്റിംഗ് എന്ന് പറയുമ്പം എല്ലാവരെയും കൂടെ വിളിപ്പിച്ചിട്ടല്ല കേട്ടോ. ഓരോ ദിവസം ഓരോ പേരൻസാണ് വന്ന് അവരോട് സംസാരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു ഇതൊക്കെ സൈൻ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ട്രെയിനിൽ കയറിയിരുന്ന് ഞാൻ എൻ്റെ സീറ്റ് പിടിച്ച്, അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി ഞാൻ ഡ്യൂട്ടിക്കും പോയി.